ഡെയിലി കറണ്ട് അഫയേഴ്സ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. ഗ്ലോബ് സോക്കർ പ്ലെയർ ഓഫ് ദ സെഞ്ചുറി പുരസ്കാരം നേടിയ ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ICC ദശാബ്ദത്തിലെ ടീം. ഏകദിന 2020 ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തത് മഹേന്ദ്ര സിംഗ് ധോണി. ടെസ്റ്റ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തത് വിരാട് കോഹ്ലി. ICC ദശാബ്ദത്തിലെ ക്രിക്കറ്റ് ടീം 3 ഫോർമാറ്റിലും ഇടം പിടിച്ച ഏക താരം വിരാട് കോഹ്ലി. കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ പിടികൂടുന്നതിനായുള്ള ഓപ്പറേഷൻ പി ഹണ്ട്. സംസ്ഥാനത്ത് ഇന്റർനെറ്റ് അധിഷ്ഠിത സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതി കേരളം. വ്യവസായ വകുപ്പിന് കീഴിലുള്ള കേരള സ്റ്റേറ്റ് ന്യൂട്രോണിക്സ് ആണ് പദ്ധതി നടപ്പാക്കുന്നത്. ഡൽഹി ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയത്തിൽ അരുൺ ജെയ്റ്റ്ലിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയത്തിന് പുതിയ പേര് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ തദ്ദേശ സ്ഥാപന അധ്യക്ഷ രേഷ്മ മറിയം റോയ്. അരുവാപ്പുലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിട്ടാണ് ഇവർ അധികാരമേൽക്കുന്നത്. തിരുവനന്തപുരം മേയറായി ആര്യ രാജേന്ദ്രൻ അധികാരമേറ്റു. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആര്യ രാജേന്ദ്രൻ. രാജ്യത്തെ ആദ്യ ഡ്രൈവറില്ല മെട്രോ ട്രെയിൻസ് പ്രവർത്തനം ആരംഭിച്ചത് മജന്ത ലൈൻ, ഡൽഹി. 2021 ഹരിവരാസനം പുരസ്കാരം നേടിയത് MR വീരമണി രാജു. 2020 ഹരിവരാസനം അവാർഡ് ഇളയരാജ. 2019 ഹരിവരാസനം അവാർഡ് P. സുശീല. യൂറോപ്യൻ യൂണിയനിലെ ഇപ്പോഴത്തെ അംഗരാജ്യങ്ങളുടെ എണ്ണം 27. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ബ്രിട്ടൻ ഔദ്യോഗികമായി പുറത്തുപോയത് 2020 ജനുവരി 31. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. ബ്രെക്സിറ്റ് എന്ന പദം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രിട്ടൻ. 2021 ജനുവരി 1 മുതൽ ഫാസ്ടാഗ് നിർബന്ധമാക്കും. കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. മുതിർന്ന പൗരന്മാർക്കായി സർക്കാർ ആരംഭിക്കുന്ന സ്വയം തൊഴിൽ പദ്ധതി നവജീവൻ. എല്ലാവർക്കും ഇന്റർനെറ്റ് സൗകര്യം ഉറപ്പാക്കാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതി K-ഫോൺ, കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക്. ചന്ദ്രയാൻ 2 വിവരങ്ങൾ ശാസ്ത്ര സമൂഹത്തിന് സമർപ്പിച്ചത് ISRO. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച തീയതി 2019 ജൂലൈ 22. ലാൻഡർ വിക്രം, റോവർ പ്രഗ്യാൻ. ലോക യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പ് അണ്ടർ 18 വിഭാഗത്തിൽ ചാമ്പ്യനായത് നിഹാൽ സരിൻ. കേരള ഡെപ്യൂട്ടി സ്പീക്കർ B. ശശി.